തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെള്ളക്കെട്ട് രൂക്ഷമാകുന്നു. UP ഹൈസ്കൂൾ വിഭാഗം കെട്ടിടത്തിന് സമീപം വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടതിനെ തുടർന്ന് ബുധനാഴ്ച ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ സ്കൂളിന് പ്രാദേശിക അവധിയും നൽകി. This news sponsored by Unity Center for Medical and Computer Education, കാഞ്ഞങ്ങാട്, കാസർഗോഡ് ജില്ല. സ്കൂളിൽ മഴവെള്ളമൊഴുകിപ്പോകാൻ ഡ്രെയിനേജ് സംവിധാനം ഒരുക്കാത്തതാണ് വെള്ളക്കെട്ട് രൂക്ഷമാകാൻ കാരണം. 5 ദിവസമായി സ്കൂൾ വെള്ളത്തിലാണ്. എന്നാൽ ചൊവ്വാഴ്ച വരെ സ്കൂളുകൾക്ക് അവധിയായതിനാൽ പ്രശ്നം കുട്ടികളെ ബാധിച്ചില്ല. ചൊവ്വാഴ്ച PTIയുടെ നേതൃത്വത്തിൽ ചാൽക്കീറി വെള്ളം പുറത്തേക്ക് ഒഴുക്കിവിടാൻ ശ്രമം നടത്തിയിരുന്നുവെങ്കിലും വിജയിച്ചില്ല. ഇതേ തുടർന്നാണ് പ്രഥമാധ്യാപിക ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടറോട് അവധിക്ക് അനുമതി തേടിയത്. ബുധനാഴ്ച മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് ചാലുകൾ കീറി വെള്ളം ഒഴുകിപ്പോകാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. സ്കൂളിന് കിഴക്ക് ഭാഗത്തുള്ള റോഡിന് കുറുകെ ഊവുചാൽ സ്ഥാപിച്ച് കഞ്ചിൽ തോടിലേക്ക് വെള്ളം ഒഴുക്കിവിടാനുള്ള സംവിധാനമാണ് സ്കൂൾ PTA ഒരുക്കുന്നത്. അതിരൂക്ഷമായ വെള്ളക്കെട്ടാണ് തൃക്കരിപ്പൂർ VPP MKPS ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ ഗ്രൗണ്ടിലുള്ളത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കൊക്കെ സ്കൂളിൽ എത്തിച്ചേരുവാൻ വളരെ പ്രയാസം അനുഭവപ്പെടുന്നുണ്ട്. 2 ദിവസം തുടർച്ചയായി പെയ്ത മഴ വെള്ളക്കെട്ട് സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇത് മാറ്റിയെടുക്കുന്നതിന് വേണ്ടി PTA കമ്മിറ്റി നാട്ടുകാരുടെ സഹകരണത്തോടുകൂടി ഇന്നലെ മുതൽ ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. ഈ വെള്ളക്കെട്ട് സ്കൂളിൻ്റെ കിഴക്ക് വശത്തുകൂടി ഡ്രെയിനേജ് സ്ഥാപിച്ചുകൊണ്ട് കഞ്ചിയിൽ തോടിലേക്ക് വെള്ളം ഒഴുക്കിക്കളയാനുള്ള സംവിധാനമാണ് ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. എന്നിരുന്നാലും എത്രയും പെട്ടെന്ന് വെള്ളക്കെട്ട് നീക്കാനുള്ള സംവിധാനം PTA ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് വിദ്യാലയത്തിന് അവധി കൊടുക്കേണ്ടി വന്നത്. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M. മനു, PTA പ്രസിഡന്റ് AG നൂറുലമീൻ, വൈസ് പ്രസിഡന്റ് രജീഷ് ബാബു, SMC വൈസ് ചെയർമാൻ അബ്ദുൾ സമദ്, VPU മുഹമ്മദ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പ്രവൃത്തികൾ നടത്തിയത്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.